3 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ സിനിമകൾ, എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിനിമകൾ വീട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് ടി വിയിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ. വൈ ഐ ഗോട്ട് ഇൻടു പ്രൊഫഷൻ ഇസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാലും അഭിനയിക്കാം, പിന്നെ ഒരു 5 വർഷം ടു മച്ച് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനാണ്. ഞാൻ അതിന് മുകളിലൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ കാര്യം. നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? കറക്റ്റ്.